ശരിക്കും രണ്ടാം ജന്മം എന്നൊക്കെ പറയുന്നത് ഇതാണ്. കാരണം വധശിക്ഷയ്ക്ക് വേണ്ടി വിധിച്ച് അവിടെ കൊണ്ടുപോയിട്ട് ഇരുത്തിയിട്ട് ആരാച്ചാര് വാളുയർത്തിയിട്ട് പിരടിയിൽ അങ്ങണ്ട വാള് പതിക്കുന്നതിന് തൊട്ടു മുന്നേ അദ്ദേഹത്തിന് മാപ്പ് കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു രണ്ടാം ജന്മമല്ലേ. സൗദി അറേബ്യയിലാണ് ഇന്നലെ ഇത് സംഭവിച്ചത്. സൗദി അറേബ്യയിലെ തബൂക്കിൽ ഈ വധശിക്ഷ നടപ്പിലാക്കുന്ന ആ ഒരു സ്റ്റേഡിയത്തിൽ, ആ ഒരു പരിസരത്ത് ഇന്നലെ എല്ലാ ജനങ്ങളെയും വളരെയധികം ശ്വാസം ഇങ്ങനെ എന്താ പറയുക, ആ ഒരു വല്ലാത്തൊരു അവസ്ഥയിൽ നിൽക്കുന്ന സമയമുണ്ടല്ലോ. ഒരു 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 നമ്മുടെ മുന്നിൽ ഒരു ശിക്ഷയോ അല്ലെങ്കിൽ ഒരു സംഭവമോ നടക്കാനിരിക്കുന്ന അങ്ങനെയുള്ളൊരു അവസ്ഥ ഇന്നലെ സൗദി അറേബ്യയിലെ തബൂക്കിൽ ആ വധശിക്ഷ നടപ്പാക്കുന്ന ആ സ്റ്റേഡിയത്തിൽ അല്ലെങ്കിൽ ആ പരിസരത്തുണ്ടായി എന്നുള്ളതാണ്. അതായത് എല്ലാ ചർച്ചകളും ഫലം കാണാതെയാണ് വധശിക്ഷയ്ക്ക് വേണ്ടിയിട്ട് സൗദി പൗരനായ അബ്ദുൽ റഹ്മാൻ അൽ ബലാവി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കോടതി വിധിച്ചത്. എല്ലാ ചർച്ചകളും നാട്ടിലെ പൗരപ്രമാണിമാർ പങ്കെടുത്തു, അതുപോലെ ഒരുപാട് പ്രമുഖർ പങ്കെടുത്തു. എന്നിട്ട് ആ വധശിക്ഷയിൽ നിന്ന് എത്ര സമ്പത്ത് വേണമെങ്കിലും ദിയാമണി വേണമെങ്കിലും തരാം, നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു കയ്യബദ്ധത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി വധശിക്ഷ ഒഴിവാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അബ്ദുൽ ലത്തീഫ് അൽ റുബൈലി എന്ന് പറയുന്ന ആ അറബിക്ക് മുന്നിൽ ഒരുപാട് ആളുകൾ ചെന്നു. പക്ഷേ അതിനൊന്നും ചെവി കൊടുക്കാതെ തൻ്റെ മകനെ വധിച്ച ആ സൗദി പൗരനോട് വധശിക്ഷ തന്നെ നടപ്പിലാക്കണമെന്നുള്ള വാശിയായിരുന്നു ആ പയ്യൻ്റെ ഉപ്പക്ക്. അങ്ങനെ എല്ലാ ചർച്ചകളും ഫലം കാണാതെ വന്നപ്പോൾ അവസാനം സുപ്രീം കോടതി വിധിച്ചു. രാജാവ് ഒപ്പിട്ട് വധശിക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവിടെ തബൂക്കിലെ ആ ഒരു വധശിക്ഷ നടപ്പിലാക്കുന്ന സ്ഥലത്ത് അദ്ദേഹത്തിന് കൊടുന്നിരുത്തി. ആരെ കൊടുന്നിരുത്തി? അബ്ദുൽ റഹ്മാൻ അൽ ബലാവി എന്ന് പറയുന്ന സൗദി പൗരനെ. എല്ലാവരും സങ്കടത്തോടു കൂടി നോക്കി നിൽക്കുകയാണ്. വധശിക്ഷ വരുത്തുന്ന ആ ഒരു കാഴ്ച ആ പ്രതിയുടെ കുടുംബക്കാരിൽ നിന്ന് പല ആളുകളും വന്നിട്ടുണ്ട്. ഒരുപാട് ജനങ്ങൾ, നാട്ടുകാർ അവിടെ കൂടിയിട്ടുണ്ട്. അങ്ങനെ ആരാച്ചാർ കാറിൽ നിന്ന് ഇറങ്ങുന്നു. കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് വാള് ഉയർത്തിപ്പിടിച്ച വാളുമായിട്ട് ഈ പ്രതിയുടെ പിരടിയുടെ ഭാഗത്തേക്ക് ചെല്ലുന്ന സമയത്താണ് അവിടെ ഒരു ഉയർന്ന ശബ്ദം, ഞാൻ നിരുപാധികം മാപ്പ് കൊടുത്തിരിക്കുന്നു, ഞാൻ വെറുതെ വിട്ടിരിക്കുന്നു എന്നുള്ളൊരു ഉയർന്ന ശബ്ദം കേൾക്കുന്നത്. ആ കൊല്ലപ്പെട്ട ആ യുവാവിൻ്റെ ഉപ്പയായിരുന്നു അത്. അബ്ദുൽ ലത്തീഫ് അൽ റുബൈലി എന്ന് പറയുന്ന ആ നല്ല മനുഷ്യൻ അവസാന നിമിഷം അദ്ദേഹത്തിൻ്റെ മനസ്സ് മാറാണ്. ഒരു പക്ഷേ ആ പ്രതിയുടെ ആരുടെയെങ്കിലും ഭാര്യയോ ഉപ്പയോ ഉമ്മയോ ആരെങ്കിലും മനമുരുകി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിരിക്കാം അവസാന നിമിഷം പടച്ച റബ്ബ് അദ്ദേഹത്തിന് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. ആ പ്രതിക്ക് മാപ്പ് നൽകിയിരിക്കുകയാണ്. അങ്ങനെ പിന്നെ അവിടെ കാണുന്നത് വലിയ ആഹ്ലാദങ്ങളാണ്, തക്ബീർ വിളികളാണ്. എല്ലാവരും വലിയ സന്തോഷത്തോടു കൂടിയിട്ട് ആ ഒരു വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ട ആ കുടുംബത്തിന് വേണ്ടി ആഹ്ലാദം പങ്കിടുന്ന വലിയ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് അവിടെ കണ്ടത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുന്നിൽ ഈ രീതിയിലുള്ള ഓരോ സംഭവങ്ങളൊക്കെ വരുമ്പോൾ ഒരു മനുഷ്യൻ്റെ ആയുസ്സിന് എത്രത്തോളം നീട്ടമുണ്ടോ അല്ലെങ്കിൽ എത്രത്തോളം ആയുസ്സുണ്ടോ ആ ആയുസ്സിൻ്റെ സമയമാവാതെ എന്ത് വധശിക്ഷ ഏത് കോടതിയോ അല്ലെങ്കിൽ ഏത് വ്യക്തിയോ നടപ്പിൽ വരുത്തിയിട്ടോ തീരുമാനിച്ചിട്ടോ കാര്യമില്ല. അവസാന നിമിഷം അതിനൊക്കെ മാറ്റുന്ന രീതിയിലുള്ള വിധി റബ്ബ് അവിടെ നടപ്പിൽ വരുത്തുന്നുള്ളതാണ്. കാരണം ഈ അബ്ദുൽ ലത്തീഫ് അൽ റബാവി എന്ന് പറയുന്ന അറബിയോട് ആ പ്രതിയുടെ ആളുകൾ കേടപേക്ഷിച്ചിട്ടുണ്ട്, കരഞ്ഞു പറഞ്ഞിട്ടുണ്ട്. നാട്ടിലെ മിക്ക പൗരപ്രമാണിമാരും ചെന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കണം, എത്ര പണം വേണമെങ്കിലും ബ്ലഡ് മണി ആയിട്ട് നിങ്ങൾക്ക് തരാം. പക്ഷെ അദ്ദേഹം പറഞ്ഞു, ഇല്ല, എൻ്റെ മകനെ കൊന്നവൻ ജീവിച്ചിരിക്കാൻ പാടില്ല, എനിക്ക് ഒരു സമ്പത്തും വേണ്ട, അവൻ്റെ മരണമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞ അതേ മനുഷ്യൻ തന്നെ ആരാച്ചാർ വാളുയർത്തി ആ പ്രതിയുടെ പിരടിക്ക് മുകളിലെത്തിയ സമയത്ത് അദ്ദേഹത്തിൻ്റെ നാവിലൂടെ തന്നെ അള്ളാഹു വിളിച്ചു പറയിക്കുകയാണ്, നിരുപാധികം ഞാൻ അദ്ദേഹത്തിന് മാപ്പ് കൊടുത്തിരിക്കുന്നു എന്നുള്ളത്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് ആയുസ്സുണ്ട് എങ്കിൽ അല്ലെങ്കിൽ നമുക്ക് അനുകൂലമായിട്ടുള്ള പ്രാർത്ഥനകൾ ഉണ്ട് എങ്കിൽ ഏത് വിധിയെയും തട്ടിമാറ്റിക്കൊണ്ട് നമ്മൾ ഒരുപാട് കാലം ജീവിക്കും. അതല്ല, നമ്മുടെ ആയുസ് അവസാനിച്ചിരിക്കുന്നു എങ്കിൽ എത്ര യുവത്വമുണ്ടായിട്ടോ സമ്പത്തുണ്ടായിട്ടോ സൗന്ദര്യമുണ്ടായിട്ടോ സൗകര്യങ്ങളുണ്ടായിട്ടോ കാര്യമില്ല. അവിടെ ഒരു രോഗം വരണമെന്നില്ല,
ഒരു ആക്സിഡൻറ്റ് സംഭവിക്കണം എന്നില്ല. അതെല്ലാം അതിൻ്റെ കാര്യകാരണങ്ങളാണ്. പക്ഷെ നമ്മുടെ സമയം തീർന്നു കഴിഞ്ഞാൽ അപ്പോൾ എന്തെങ്കിലും ഒരു കാരണങ്ങളെ കൊണ്ട് നമ്മൾ ഈ ലോകത്തിനോട് വിട പറയും. പക്ഷേ നമ്മുടെ സമയം തീർന്നിട്ടില്ല എങ്കിൽ എത്ര വലിയ സുപ്രീം കോടതി വിധിച്ചാലും, ഏത് വ്യക്തി വാശി പിടിച്ചാലും, ഏറ്റവും വലിയ സുപ്രീം കോടതിയിലെ വിധിയായ റബ്ബിൻ്റെ വിധി ഇല്ല, ആയിട്ടില്ല, അവൻ്റെ സമയമായിട്ടില്ല. അതിനു മുന്നേ ഇവിടെ സംഭവിച്ചതൊക്കെ ചില സംഭവങ്ങൾ, നാടകങ്ങൾ മാത്രമാണ്. സമയമാകുന്നേ ഉള്ളൂ എന്നുള്ളൊരു തീരുമാനം റബ്ബിൽ നിന്ന് വന്നാൽ അവിടെ മാപ്പ് കൊടുക്കേണ്ടവൻ മാപ്പ് കൊടുക്കും, വിധിയെ പിൻവലിക്കേണ്ടവൻ പിൻവലിക്കും. അതാണ് ഇന്നലെ സൗദി അറേബ്യയിൽ സംഭവിച്ചിട്ടുള്ള ഈ ഒരു സംഭവത്തിൽ നമുക്ക് പറയാനുള്ളത്. ആരാച്ചാരുടെ വാളിൻ്റെ തലപ്പിൽ നിന്ന് ഒരു നിമിഷം കൂടി കഴിഞ്ഞാൽ തല അവിടെ വേറെ വീഴുമായിരുന്നു. പക്ഷേ അറബി മാപ്പ് കൊടുക്കുന്നു, നിരുപാധികം മാപ്പ് കൊടുക്കുന്നു എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ആ വധശിക്ഷ അവിടെ സ്റ്റോപ്പിൽ വരുത്തി. അപ്പോൾ ആയുസ്സുണ്ടെങ്കിൽ, പണ്ട് നമ്മുടെ ഉമ്മമാരൊക്കെ പറയില്ല, ആയുസ്സുണ്ടെങ്കിൽ അമ്മിമ്മട്ട് അരച്ചാലും പോകില്ല എന്നുള്ളത്. ഇതൊക്കെയാണ് സംഭവം. അപ്പോൾ ഈ ഒരു വാർത്ത കണ്ടപ്പോൾ ഇങ്ങനെ ചെയ്യണമെന്ന് തോന്നി. എന്താണെങ്കിലും പടച്ചിറപ്പ് എല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. എല്ലാവിധ അപകടങ്ങളിൽ നിന്നും, അപകട മരണങ്ങളിൽ നിന്നും, അതുപോലെ തന്നെ നമ്മുടെ തെറ്റിൽ നിന്നും, അല്ലെങ്കിൽ എല്ലാ അസ്വസ്ഥതകളിൽ നിന്നും, മാനസികമായിട്ടുള്ള വിഷമങ്ങളിൽ നിന്നും, ശാരീരികമായിട്ടുള്ള വിഷമങ്ങളിൽ നിന്നും, എല്ലാത്തിലും പടച്ചിറപ്പ് നമുക്ക് പരിപൂർണ കാവൽ നൽകി നല്ല മനസ്സോടുകൂടി പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും ഒരുമയോട് കൂടിയിട്ടും മറ്റുള്ളവർക്ക് സന്തോഷം നൽകിക്കൊണ്ടും ജീവിക്കുവാനുള്ള നല്ല മനസ്സ് നമുക്ക് എല്ലാവർക്കും പടച്ചിറപ്പ് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഒത്തിരി സ്നേഹത്തോടു കൂടി റസാൻ നിസാമി.